ഞാൻ അന്നും ഇന്നും പറയുന്നൊരു കാര്യം, അന്വേഷണം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്, അതിന് പിന്നിലെ രാഷ്ട്രീയമായ ഗൂഢാലോചന എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിലാരൊക്കെ പങ്കാളികളായിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള സമഗ്രമായ വിവരങ്ങളും അന്വേഷിച്ച് പുറത്തു. അല്ലെങ്കിൽ ഇപ്പോൾ പൂരം ഒരു സ്വാഭാവികമായിട്ടൊരു പിന്നെ പല ആളുകളും പറയുന്ന പോലെ പൂരത്തിനിടയിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി, അതിനെ തുടർന്ന് പൂരം നിർത്തിവെച്ചു എന്ന് പറയുന്ന ഒരു ഇൻസിഡൻ്റ് അല്ല ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അതിന് രാഷ്ട്രീയമായ ഒരുപാട് മാനങ്ങളുള്ള ഒരു കാര്യമാണ്, രാഷ്ട്രീയമായ ഇടപെടലുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയമായി ആ പൂരം കലക്കലിനെ ഉപയോഗപ്പെടുത്തിയ ഒരു സംഭവം കൂടിയാണ്, ഉപയോഗപ്പെടുത്തിയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വിശുദ്ധമായ, അല്ലെങ്കിൽ വളരെ നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു പൂരത്തെപ്പോലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂർക്കാരറിയണം ആരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൂരത്തെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ പൂരം രക്ഷിക്കണം, പൂരത്തിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്ന അടക്കമുള്ള ആളുകൾ ആ അഭിപ്രായം പറയണമെന്നാണ് ഞാൻ പറയുന്നത്. അവരടക്കം പറയട്ടെ. ഈ പൂരത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ പറയണം, പൂരത്തെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും. പൂരത്തെ അപ്പം നമുക്ക് പൂരം നന്നായി നടത്തി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ നേട്ടം ഏതെങ്കിലും ഒരു നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പൂരം ഗംഭീരമായി നടത്തി അതിൻ്റെ ജനങ്ങൾക്കിടയിൽ ഒരു യശസ്സും പ്രീതിയും പറ്റി അത് നേട്ടമായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്കാരും കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെയല്ല, പൂരത്തെ അലങ്കോലമാക്കി മറ്റുള്ളവരുടെ തലയിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ നേട്ടം കൈവരിക്കാൻ ഇവിടെ ശ്രമം നടന്നു എന്നുള്ളത് ഞാൻ അന്നും ഇന്നും നാളെയും പറയുന്ന കാര്യമാണ്. അങ്ങനെ നടന്നിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള വ്യക്തത വരേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അത് കൊണ്ടുവന്ന പതിയാകും. ഈ ദേവസ്വങ്ങളെയോ അല്ലെങ്കിൽ ദേവസ്വങ്ങളിലെ ഏതെങ്കിലും വ്യക്തികളെയോ ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെ ട്രോളാക്കിയിട്ടുണ്ടോ? അല്ല, ദേവസ്വങ്ങളും പിന്നെ വ്യക്തികൾ രണ്ടായിട്ട് കാണണം. ഈ തൃശ്ശൂർ പൂരം നടത്തുന്ന ദേശങ്ങളാണ്, അതായത് പാറമേക്കാവ് ദേശം, തിരുവമ്പാടി ദേശം, അങ്ങനെ ദേശങ്ങളാണ്. ദേശത്തെ ജനങ്ങളാണ് അത് പിന്നെ പൂരം നടത്തുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരത്തിൻ്റെ ഒരു ചടങ്ങും അലങ്കോലപ്പെടാനോ അല്ലെങ്കിൽ ഈ പിന്നെ നിർത്തിവെക്കാനോ ഈ ദേശത്തെ ഒരാളും ശ്രമിക്കുകയില്ല. കാരണം അവരൊക്കെ വിശ്വാസികളാണ്. അപ്പോൾ അതുകൊണ്ട് ദേശത്തെയോ ദേശവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പൊതു സംവിധാനങ്ങളെയോ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ആർക്കെങ്കിലും, അതാണ് വ്യക്തികൾ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഓരോ ആളുകളാണല്ലോ ഈ പൂരത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞ ആരാ? അല്ല, ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആരാ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞത്? ആരാണ് മേളം നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് വെടിക്കെട്ട് വേണ്ടെന്ന് അവിടെ പ്രഖ്യാപിച്ച ആരാണ്? അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇടയാക്കിയ തീരുമാനം എങ്ങനെ വന്നിട്ടുണ്ട്? അതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? പല തരത്തിലുള്ള സംശയങ്ങൾ അന്ന് ഉയർന്നു വരികയും ആ സംശയം ഉയർന്നു വരിക മാത്രമല്ല അത് പരസ്യമായി ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ആവർത്തിച്ച് പറയുന്നു, ഇപ്പോഴും BJP പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന എന്താണ്? ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കുന്ന VS സുനിൽകുമാർ തോറ്റുകൊണ്ട് പറയുന്നതല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ അന്ന് ഈ പൂരം കലക്കുന്നതിൽ K രാജനടക്കമുള്ള ആളുകളാണ്, ഇടതുപക്ഷക്കാരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് തന്നെയാണ് ഈ പൂരം കലക്കാൻ വേണ്ട എല്ലാ ആസൂത്രണം നടത്തിയതിന്. അതിൻ്റെ കാരണം അവർ പറഞ്ഞത് എന്താണ്? അവിടെ നടന്ന കുടമാറ്റത്തിൽ ചില കുടകൾ വെച്ചതിലുള്ള പ്രതിഷേധവും അവരോടുള്ള രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ചടങ്ങുകളെയും ആചാരങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ കലക്കൽ എന്ന് വരെ പ്രചരിപ്പിച്ചിരുന്നില്ലേ? അതിൻ്റെ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ദുഃഖത്തോടു കൂടി കേട്ട ഒരാളാണ് ഞാൻ. അതിൻ്റെ ആ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അത് മുഴുവൻ കേട്ട ഒരാളാണ് ഞാൻ. അന്ന് ഇവിടുത്തെ എല്ലാ മീഡിയകളും ഈ പറയുന്ന അന്ന് ഈ നടന്ന ഇടപെടലുകളെ സംബന്ധിച്ച് പിന്നെ NDA സ്ഥാനാർത്ഥി എന്തോ വലിയ രീതിയിൽ ഇടപെട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കിയിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണമാണ് എല്ലാ മീഡിയകളും അതിൻ്റെ ഭാഗമായി നടത്തി. സോഷ്യൽ മീഡിയ ആണെങ്കിൽ ആ സംഭവം ഉണ്ടായ ആ നിമിഷം മുതൽ നടത്തിയ പ്രചരണത്തിൻ്റെ ഒരു വലിയൊരു കുത്തൊഴുക്ക് പോലെയുള്ള പ്രചരണങ്ങളും എല്ലാ പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നടത്തിയ പ്രചരണങ്ങളൊക്കെ എന്തായിരുന്നു? അതൊക്കെ നമ്മൾ റിവൈൻഡ് ചെയ്തെടുത്ത് നോക്കൂ. അപ്പോഴാണ് അന്ന് ആ ഫീൽഡിൽ നിന്നിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആത്മസംഘർഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ജയതോൽവിയുടെ പ്രശ്നമല്ല, നമ്മുടെ ഒരു ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമാണത്. നമ്മളാ പൂരവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥതയെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രചരണം ഏറ്റുവാങ്ങിയ വ്യക്തി എന്ന നിലയിൽ എനിക്കതിനകത്ത് ഉറച്ചു പറയാനുള്ള കാര്യം ആ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നത് തന്നെയാണ്. ആ നിലപാടാണ് എൻ്റെ നിലപാട്.